ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് ബ്രഹ്മപദപ്രാപ്തി, ബ്രഹ്മജ്ഞാനം എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അർജുനനൊരു സംശയം, എന്താ ഈ ബ്രഹ്മജ്ഞാനം, എന്താ ഈ ബ്രഹ്മചൈതന്യം, എന്താ ബ്രഹ്മപദപ്രാപ്തി? നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ആ ചോദ്യമാണ് അർജുനൻ അക്ഷരബ്രഹ്മയോഗം എന്ന 8ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ചോദ്യത്തിലൂടെ ശ്രീകൃഷ്ണനോട് തന്റെ സംശയം അവതരിപ്പിക്കുന്നത്. അർജുന വചനങ്ങള്: കിം തത് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. ഒരൊറ്റ സെറ്റ് വരിയില് അനവധി ചോദ്യങ്ങൾ ഒരുമിച്ചാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. കിം തത് ബ്രഹ്മ, തത് ബ്രഹ്മ, നീ ഇത്രയും സമയം പറഞ്ഞിരുന്ന ബ്രഹ്മം എന്താണ്? കിം അധ്യാത്മം, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ, അധ്യാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കിം കർമ്മ, കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹേ പുരുഷോത്തമ, അധിഭൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അധിദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ എല്ലാം വിവരണം നീ എനിക്ക് നൽകിയാലും. അധിഭൂതം ച കിം പ്രോക്തം, അധിഭൂതം എന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അധിദൈവം കിമുച്യതേ, ഏതിനെ കുറിച്ചാണ് അധിദൈവം എന്ന് പറയുന്നത്? ഇതൊന്ന് വിവരിച്ചാലും. അധിയജ്ഞ കഥം കോ അത്ര, എന്താണ് അധിയജ്ഞം? അത് എപ്രകാരമുള്ളതാണ്? എവിടെയാണത് നടക്കുന്നത്? ദേഹേസ്മിൻ മധുസൂദന, ഹേ മധുസൂദന, ഈ ദേഹത്തിൽ അധിയജ്ഞം നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഹി, ഈ നിയതി എന്ന് പറയുന്ന, ഡെസ്റ്റിനി എന്ന് പറയുന്ന ആ പന്ഥാവ് ഓരോ ആത്മചൈതന്യത്തിനും പ്രയാണകാലത്തില്, മരണസമയത്ത് എപ്രകാരമാണ് വന്ന് ഭവിക്കുന്നത് എന്ന് നിനക്കറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരിക. ശ്രീകൃഷ്ണൻ അതിന് ഉത്തരം പറയാണ്. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമുച്യതേ. അക്ഷരം നാശമില്ലാത്ത അവസ്ഥ, അക്ഷരം നാശമുള്ളത്, അക്ഷരം നാശമില്ലാത്തത്. ബ്രഹ്മപരമം, പരമമായ ബ്രഹ്മം എന്ന് പറയുന്നത് നാശമില്ലാത്ത ഒരു വസ്തുതയാണ്. അതായത് എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പരമമായ ഊർജമാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. സ്വഭാവോ അധ്യാത്മമുച്യത്തെ, വ്യക്തിയിൽ അന്തർഗതമായിരിക്കുന്ന സ്വഭാവം, ആത്യന്തികമായ പ്രജ്ഞാനം എന്ന കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള അറിവിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് അധ്യാത്മം എന്ന് പറയുന്നത്. ഭൂതഭാവ ഉദ്ഭവകരോ വിസർഗ കർമ്മസംജ്ഞിത. സർവചരാചരങ്ങളുടെയും ഭൂതഭാവം, എല്ലാ ചരാചരങ്ങളുടെയും ഉദ്ഭവകരം, ഉദ്ഭവത്തിന് കാരണഭൂതമായിരിക്കുന്ന വിസർഗ, ആ ഓഫറിംഗ് ആണ്, ആ മാനിപ്പുലേഷൻ ആണ്, പ്രപഞ്ചത്തിൽ നടക്കുന്ന റീഅറേഞ്ച്മെന്റ് ആണ്, പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടിയാണ് യഥാർത്ഥത്തിലെ കർമ്മം എന്ന് പറയുന്നത്. ആ സൃഷ്ടി പ്രപഞ്ചത്തിൽ നടക്കുമ്പോഴാണ് ഓരോ വസ്തുതകളും, പുതിയ പുതിയ നക്ഷത്രങ്ങള്, പുതിയ പുതിയ ഗാലക്സികള്, പുതിയ പുതിയ ജീവികള്, ഒരു മൈക്രോ ഓർഗാനിസം വരെ ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിലെ കർമ്മത്തിന്റെ ഭാഗമാണ്. അധിഭൂതം ക്ഷരോഭാവ, നാശമുള്ള അവസ്ഥയിൽ ഏതെല്ലാം വർത്തിക്കുന്നുവോ അതിനാണ് അധിഭൂതം എന്ന് പറയുന്നത്. പുരുഷശ്ചാധിദൈവതം, പ്രപഞ്ച പുരുഷ ചൈതന്യത്തെയാണ് അധിദേവത എന്ന് പറയുന്നത്. അധിയജ്ഞ അഹം ഏവ അത്ര ദേഹേ ദേഹഭൃതാംബര, ഓരോ ജീവജാലങ്ങളുടെയും ദേഹത്തിൽ നടക്കുന്ന മെറ്റബോളിസം, കാറ്റബോളിസം, ആനബോളിസം, മൊത്തത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻ, അതൊരു യജ്ഞമാണ്. എന്തുകൊണ്ട്? ഓക്സിഡേഷൻ നടക്കുന്നു. അഗ്നിയിൽ വസ്തുക്കൾ ഹോമിക്കുമ്പോൾ സർവ്വതും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് പോലെ ശരീരത്തിനകത്ത ഊർജ ഉൽപാദനത്തിന് കാരണമാകുന്ന ഒരു യജ്ഞം നടക്കുന്നുണ്ട്. എനർജി ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ്. അതാണ് അധിയജ്ഞം എന്ന് പറയുന്നത്. അത് സർവചരാചരങ്ങളുടെ ശരീരത്തിലും നടക്കുന്നു. അടുത്തത് അർജുനന്റെ ചോദ്യമുണ്ട്, അവസാന കാലത്ത് എന്ത് സംഭവിക്കുന്നു? അന്ധകാലേ ചമാം ഏവ സ്മരൻ മുക്ത്വാ കളേവരം, സ്മരൻ സ്മരിച്ചുകൊണ്ട്, മുക്ത്വ
ഉപേക്ഷിക്കുന്നു കളേവരം ശരീരത്തെ. ആരാണോ അന്ധകാലത്തിൽ അവസാന കാലത്തില് മാമേവ സ്മരൻ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, മരണസമയത്ത് എന്നെ തന്നെ ചിന്തിക്കുന്നത് ആരാണോ, എന്നെ തന്നെ ഉപാസിക്കുന്നത് ആരാണോ, എന്നെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉപാസന നടത്തുന്നത് ആരാണോ, അദ്ദേഹം പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയ, അദ്ദേഹം എന്നിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് മരണസമയത്ത് അത്യുജ്വലമായ സാത്വിക ഭാവത്തോടുകൂടി, സാത്വിക ചിന്താധാരയോടുകൂടി പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മരണത്തെ വരിക്കുന്ന വ്യക്തി പ്രപഞ്ച ചൈതന്യത്തിൽ തന്നെ എത്തിച്ചേരുന്നു. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേവൈതി കൗന്തേയ സദാ തത് ഭാവഭാവിതഃ. യം യം വാപി സ്മരൻ ഭാവം, മരണസമയത്ത് ഏതൊന്നിനെ കുറിച്ചാണോ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളേവരം ത്യജത്യന്തേ, ശരീരം ഉപേക്ഷിക്കപ്പെടുന്നു, അതായത് മരിക്കുന്നു. ആ സമയത്ത് തം തമേവ ഏതി കൗന്തേയ, ഹേ അർജുന, ആ വ്യക്തി മരണസമയത്ത് എന്തിനെ കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, തദ്ഭാവഭാവിത, അത് തന്നെയായി അദ്ദേഹം അവശേഷിക്കുന്നു, അതിലേക്ക് തന്നെ അദ്ദേഹം എത്തിച്ചേരുന്നു. മരണസമയത്ത് ഒരു വലിയ സിംഹത്തെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ സിംഹമാവുന്നതായിരിക്കാം. അല്ലെങ്കിൽ മരണസമയത്ത് വല്ല പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ പ്രധാനമന്ത്രിയായി എന്ന് വരാം. ശ്രമിച്ചു നോക്കണം. ആ രീതിയിൽ മരണസമയത്ത് ഏതിനെക്കുറിച്ച്, എന്തിനെക്കുറിച്ച് എത്രത്തോളം ഡിവോട്ടഡ് ആയിട്ട് ചിന്തിക്കുന്നുവോ ആ വ്യക്തി ആ പദത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നു. മരണസമയത്ത് ഏതിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിൽ തന്നെ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട്, തസ്മാത്, അതുകൊണ്ട് സർവേഷു കാലേഷു മാം അനുസ്മരയുധ്യജ, എല്ലാ കാലത്തിലും ഏത് കർമ്മം ചെയ്യുമ്പോഴും മാം അനുസ്മര, എന്നെ തന്നെ അനുസ്മരിച്ചുകൊണ്ട്, സർവേഷു കാലേഷു, എല്ലാ കാലത്തിലും എല്ലാ സമയത്തിലും നീ നിന്റെ കർമ്മത്തെ അനുഷ്ഠിക്കുക. മൈ അർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസി അസംശയ, എന്നിൽ അർപ്പിച്ച ബുദ്ധി, എന്നിൽ അർപ്പിച്ച മനസ്സ്, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ശ്രദ്ധ, അതോടുകൂടി നീ എന്നിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുള്ളതിൽ അസംശയ, ഒരു സംശയവുമില്ല അർജുന. അതുകൊണ്ട് പരമമായ ഈശ്വര ചൈതന്യത്തെ ചിന്തിച്ചുകൊണ്ട് അവനവന്റെ കർമ്മം അനുഷ്ഠിക്കുക. അഭ്യാസയോഗയുക്തേന ചേതസാ ന അന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അഭ്യാസയോഗയുക്തേന, നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട്, യോഗചര്യയോടുകൂടി, ചേതസ, അപ്രകാരമുള്ള മാനസികാവസ്ഥയോടുകൂടി, ന അന്യഗാമിന, മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, ശ്രദ്ധ പതറാതെ, പരമം പുരുഷം ദിവ്യം, പരമമായ പുരുഷൻ, പ്രപഞ്ച പുരുഷനിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, ആരാണോ മുമ്പോട്ട് പോകുന്നത്, പാർത്ഥാനുചിന്തയൻ, ഹേ പാർത്ഥ, ആരാണോ നിരന്തരമായിട്ട് പ്രപഞ്ചപുരുഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കവിം പുരാണം അനുശാസിതാര അണോരണീയാം സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യരൂപം ആദിത്യവർണം തമസപരസ്താത്. അതിപുരാതന ഋഷിവര്യന്മാരെ പണ്ട് തന്നെ അനുശാസിതാരാം അണോരണീയാം സമനുസ്മരേദ്യ, അണുവിൽ വെച്ച് ഏറ്റവും അണുവിലും, അതുപോലെ സർവ്വതാരങ്ങളിലും, സർവത്തിൻ്റെയും ആധാരഭൂതമായിരിക്കുന്നതിലും, അതുപോലെ അചിന്യമായ രൂപമുള്ളതും ആദിത്യന്റെ വർണ്ണമുള്ളതും സകലവിധത്തിലുള്ള തമസിനെയും ഇരുട്ടിനെയും മാറ്റുന്നതുമായ ആ പരമപുരുഷ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് ആരാണോ പ്രയാണകാലേ മനസാചലേന, അചലമായ ഒരു തരത്തിലും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത അചഞ്ചലമായ മനസ്സാ പ്രയാണകാലെ മനസ്സുകൊണ്ട് മരണസമയത്ത് ചിന്തിക്കുന്നത്, ഭക്ത്യായുക്തോ യോഗബലേന ചയേവ, ഭക്തി കൊണ്ട് യോഗയുക്തനായിട്ട് യോഗത്തിന്റെ ഫലം കൊണ്ട് ആരാണോ ശ്രദ്ധ പ്രപഞ്ചപുരുഷനിൽ കേന്ദ്രീകരിച്ചത്, ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്, രണ്ട് പുരികങ്ങൾക്കും ഇടയ്ക്ക് നേറും നെറ്റിയില് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വർത്തിക്കുന്നത്, സത്തം പരം പുരുഷമുപൈതി ദിവ്യം, പ്രപഞ്ച പുരുഷനായ ദിവ്യ ചൈതന്യത്തിലേക്ക് അദ്ദേഹം പ്രയാണത്തിനു ശേഷം, മരണത്തിനു ശേഷം എത്തിച്ചേരുമെന്നുള്ളത് ഞാനിതാ നിന്നോട് വാക്ക് തരുന്നു. ആധ്യാത്മിക ചൈതന്യം
മരണസമയത്ത് എപ്രകാരം പ്രയോജനപ്പെടുത്തുമെന്ന് ചോദിക്കുകയാണെങ്കിൽ യോഗചര്യയിലൂടെ, ഉപാസനയിലൂടെ ദൃഢചിത്തമായ മാനസിക അവസ്ഥയോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന നിനക്ക് മറ്റാർക്കും അതുപോലെ തന്നെ പരമമായ ദിവ്യപുരുഷ രൂപത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. യദക്ഷരം വേദവിദോ വദന്തി, വേദവിദോ അറിവുള്ളവര് യത് അക്ഷരം വദന്തി, നാശമില്ലാത്തതായിട്ട് ഏതൊന്നിനെ കുറിച്ചാണോ പറയുന്നത്, വിശന്തി യദ്യതയോ വീതരാഗാഹ, വീതരാഗാഹ ഡിറ്റാച്ച്മെന്റ് വന്ന സന്യാസിമാര് വിശന്തി യദ്യതയോ ഏതിനെ കുറിച്ചാണോ ഉപാസിക്കുന്നത്, യതിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, ബ്രഹ്മ ചൈതന്യത്തെ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇച്ഛന്തോ ആഗ്രഹിക്കുന്നവര്, യതി ചരന്തി എവിടേക്കാണോ ചരിക്കുന്നത്, തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷേ, ആ പദത്തെക്കുറിച്ച് സമഗ്രമായിട്ട് നിനക്കറിയാവുന്നതാണ്, ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആ പരമമായ പദമാണ് സംഗ്രഹരൂപത്തില്, സമഗ്രമായ രൂപത്തില് നീ അറിയേണ്ടത്. സന്യാസിമാരാഗ്രഹിക്കുന്നത് വേദവിത്തുക്കൾ പറയുന്നത് നാശമില്ലാത്തത് എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് ഉള്ള പ്രയാണം അത്യന്തം ആനന്ദദായകമാണ്. ആ അറിവ് തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നോളജ് എന്ന് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. ഇനി അത് ഒന്ന് അനുഭവയോഗ്യമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യച, ശരീരത്തിന്റെ എല്ലാ സെൻസറി ഓർഗൻസ് സർവദ്വാരങ്ങളെയും കൺട്രോൾ ചെയ്ത്, സംയമ്യ കൺട്രോൾ ചെയ്ത്, മനോഹൃതി നിരുദ്ധ്യച മനസ്സ് ഹൃദയത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, മൂർധ്ന്യാധായാത്മനഃ പ്രാണ ആസ്ഥിതോ യോഗധാരണാം, ആത്മചൈതന്യത്തെ മൂർധാവിൽ കേന്ദ്രീകരിച്ച് പ്രാണമാസ്ഥിതോ വായുവിനെ നിയന്ത്രിച്ചുകൊണ്ട് യോഗധാരണാം യോഗചര്യയിലൂടെ ചരിക്കുന്ന വ്യക്തിക്ക് ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാം അനുസ്മരൻ, ഓം എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് വ്യാഹരൻ മാം അനുസ്മരൻ, ഏത് സമയത്തും എന്നിൽ തന്നെ മനസ്സിനെ വ്യവഹരിക്കാൻ അനുവദിച്ച്, എന്നിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ച് എന്നർത്ഥം. യപ്രയാതി ത്യജത്യം ദേഹം, യപ്രയാതി ത്യജൻ ദേഹം, ആരാണോ ദേഹത്തെ ത്യജിക്കുന്നത്, സയാതി പരമാം ഗതിം, അദ്ദേഹം പരമമായ ഗതിയിലേക്ക് പോകുന്നു, പരമമായ പദത്തില് എത്തിച്ചേരുന്നു എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് വിവരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാ ചെയ്യാനുള്ളത്? വളരെ വ്യക്തമായിട്ട് സെൻസറി ഓർഗൻസിനെ കൺട്രോൾ ചെയ്യണം, മനസ്സിനെ കൺട്രോൾ ചെയ്യണം, ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കണം, യോഗചര്യ അനുശാസിക്കണം, ഓം എന്ന ഒരു അക്ഷരം നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കണം, മനസ്സ് ശ്രീകൃഷ്ണനിൽ കേന്ദ്രീകരിക്കണം. ഇപ്രകാരം ഉള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആരാണോ ദേഹത്യാഗം ചെയ്യുന്നത് ആ വ്യക്തി പരമമായ ഗതിയിൽ എത്തിച്ചേരുന്നു. അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അനന്യചേതാഹ സതതം, മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ മനസ്സ് സതതം എപ്പോഴും യോ മാം സ്മരതി, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് നിത്യശഃ നിത്യവും വർത്തിക്കുന്നത് ആരാണോ തസ്യാഹം സുലഭ, അദ്ദേഹത്തിന് ഞാൻ സുലഭ എപ്പോഴും ലഭ്യമാണ്. അപ്പോയിന്റ്മെന്റ് തന്നെ വേണ്ട, ശ്രീകൃഷ്ണന് എല്ലാവർക്കും അപ്രോച്ചബിൾ ആണ്. അദ്ദേഹത്തിന് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാര്യം മാത്രം, എപ്പോഴും ഈശ്വരീയ കർമ്മം അനുഷ്ഠിക്കണം, ഈശ്വരീയമായ വാക്കുകൾ ഉച്ചരിക്കണം, ഈശ്വരീയമായ ധർമ്മം അനുഷ്ഠിക്കണം, ഈശ്വരീയമായ ചിന്തകൾ ഉണ്ടായിരിക്കണം. സാത്വികമായ സമഗ്ര ജീവിതത്തിലൂടെ ചര്യ നടത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണൻ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ശ്രീകൃഷ്ണനെ പ്രാപിക്കുവാൻ ഹേ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ, നിത്യവും അവർക്ക് സാധിക്കും. ആ യോഗികൾക്ക് എന്നെ കാണാൻ, എന്നോട് വന്ന് ചർച്ച ചെയ്യുവാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവർക്ക് യാതൊരു കാരണവശാലുള്ള പെർമിഷൻ എടുക്കേണ്ട, വിസിറ്റേഴ്സ് പാസ് വേണ്ട, നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിക്കാവുന്നതാണ്, എന്നെ പ്രാപിക്കാവുന്നതാണ്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം, പുനർജന്മത്തിലൂടെ ഉണ്ടാകുന്ന ദുഃഖാലയമശാശ്വതം, ദുഃഖത്തിന്റെ വാസസ്ഥലം ഉപേക്ഷിച്ച് എന്നെ തന്നെ കേന്ദ്രീകരിച്ച വ്യക്തിക്ക് നാ അപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാം ഗതാഃ, പരമമായ ഗതിയിലേക്കുള്ള സംസിദ്ധിയെ
സിദ്ധാവസ്ഥയെ, സിദ്ധികളെ പ്രാപിക്കുവാൻ ഈ മഹാത്മാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവര് പരമമായ അവസ്ഥയിലേക്ക് പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദുഃഖം നിറഞ്ഞിരിക്കുന്ന ജനന മരണ അവസ്ഥകളിൽ നിന്ന് അവർ മോചിതരാവുക തന്നെ ചെയ്യും. ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോ അർജുന. ഹേ അർജുന, ആ ബ്രഹ്മഭുവനാലോകാഹ, ഈ ലോകത്തിലുള്ള സർവ ചരാചരങ്ങൾക്കും പുനരാവർത്തി എന്ന് പറയുന്ന ജനന മരണങ്ങളുണ്ട്. അതേ സമയത്ത് മാം ഉപേത്യ തു കൗന്തേയ, ആരാണോ എന്നെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പരമമായ പ്രപഞ്ച ചൈതന്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർത്തിക്കുന്നത്, അദ്ദേഹത്തിന് പുനർജന്മ നവിദ്യതേ, അദ്ദേഹത്തിന് പുനർജന്മമില്ല. മറ്റെല്ലാവർക്കും ജനന മരണം എന്ന സൈക്കിളിലൂടെ കടന്നു പോകാതെ നിവൃത്തിയില്ല. ഇവരുടെ ജ്ഞാനികളുടെ എന്നെ ഉപാസിച്ച് ശ്രീകൃഷ്ണ ഉപാസന നടത്തുന്ന, പ്രപഞ്ച പുരുഷ ഉപാസന നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുനർജന്മം എന്ന് പറയുന്നത് ഇല്ല. സഹസ്രയുഗപര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു രാത്രിം യുഗസഹസ്രാന്താം തേ അഹോരാത്ര വിദോ ജനാഹ. ഇവിടെ ശ്രീകൃഷ്ണൻ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. സഹസ്രയുഗപര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുഹു, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് അഹ എന്ന് പറഞ്ഞ ദിവസം, ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് സഹസ്രയുഗപര്യന്തം, മനുഷ്യന്റെ 1000 യുഗങ്ങൾ ചേർന്നതാണ്. വിദുഹു, അത് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാത്രിം യുഗസഹസ്രാന്തം, 1000 മനുഷ്യന്റെ യുഗങ്ങൾ കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി കഴിയുന്നത്. തേ അഹോരാത്ര വിദോജനാഹ, ഈ 2 അഹോരാത്രങ്ങളെ, അഹസ്ര ദിവസം, രാത്രി രാത്രി തന്നെ, ഈ ദിവസങ്ങളെയും രാത്രിയെയും കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള വ്യക്തിയാണ് യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കാലഘട്ടം എന്ന് പറയുന്നത് സുദീർഘമാണ്. തുടക്കവും മധ്യവും അവസാനവും അറിയാത്തതാണ് ടൈം എന്ന് പറയുന്നത്. ആരംഭം എവിടെ നിന്നാണ് എന്നറിഞ്ഞുകൂടാ, മധ്യം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, അവസാനം എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള കാലചൈതന്യത്തിന് യഥാർത്ഥത്തില് 1000 മനുഷ്യന്റെ യുഗങ്ങൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസവും 1000 മനുഷ്യന്റെ യുഗങ്ങൾ ബ്രഹ്മാവിന്റെ ഒരു രാത്രിയും ആണ് എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തില് കാലത്തിനെ എത്ര ചെറുതാക്കി കൊണ്ടുവരാം എന്നും, അതേസമയം കാലം എന്ന് പറയുന്നത് എത്രത്തോളം സുദീർഘമാണെന്നും വ്യക്തമായി സയന്റിഫിക് ആയിട്ട് ശ്രീകൃഷ്ണൻ കാലനിർണയത്തിലൂടെ വിവരിക്കുന്നത്. അതായത് കാലം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംതിങ് ലൈക്ക് 26,500 ദിവസം നാം ജീവിക്കുന്നു. അത് വളരെ വലിയൊരു കാലമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. അതേ സമയത്ത് ഒരു കൊതുക് 7 ദിവസം മുതൽക്ക് 14 ദിവസം വരെയാണ് ജീവിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ആരുടെയെങ്കിലും ചോര കുടിച്ചാൽ ഒരടി കൊണ്ട് അത് തീരുകയും ചെയ്യും. ഒരു ചിത്രശലഭം 21 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ആ ചിത്രശലഭത്തിന് 21 ദിവസം എന്ന് പറയുന്നത് മഹത്തായ ഒരു സമയമാണ്. മനുഷ്യന് 26,500 ദിവസം എന്ന 70 വർഷങ്ങളോളം ഒരു മഹത്തായ കാലഘട്ടം പോലെ. അതേ സമയത്ത് പ്രപഞ്ചം എന്ന് പറയുന്നത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പോട്ടും പുറകോട്ടുമുള്ളത് നീ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ എല്ലാം അസ്തിത്വം നത്തിങ് ആണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് ശ്രീകൃഷ്ണൻ വിവരിച്ചത്. കാലഘട്ടത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അവ്യക്താദ്വ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ രാത്രിയാഗമേ പ്രളീയന്തേ തത്രൈവാവ്യക്തസംജ്ഞികേ. അവ്യക്താത് വ്യക്തയ, അവ്യക്തത്തിൽ നിന്ന് വ്യക്തമായ അവസ്ഥയിലേക്ക് സർവാഹ പ്രവദ്യന്തേ, എല്ലാം വന്നു ചേരുന്നു. അവ്യക്തത്തിൽ നിന്ന് വ്യക്തത്തിലേക്ക് വരുന്നു. ഏത് സമയത്ത്? അഹരാഗമേ, അഹ ദിവസം, ബ്രഹ്മാവിന്റെ ദിവസം വരുമ്പോൾ സർവ്വതിന്റെയും സൃഷ്ടി നടക്കുന്നു. രാത്രിയാഗമേ, ബ്രഹ്മാവിന്റെ രാത്രി വരുമ്പോൾ, അതായത് 1000 മനുഷ്യയുഗങ്ങൾ കഴിയുമ്പോൾ പ്രളീയന്തേ, ജീവജാലങ്ങൾ സർവ്വതും നശിച്ച് അതിലേക്ക് അലിഞ്ഞു ചേരുന്നു. തത്ര ഏവാ അവ്യക്ത സംജ്ഞികേ, വ്യക്തമായ അവസ്ഥയിൽ നിന്ന് പ്രളയസമയത്ത് അവ്യക്താവസ്ഥയിലേക്ക് പോകും. സൃഷ്ടി സമയത്ത് അവ്യക്തത്തിൽ നിന്ന് വ്യക്തമായ അവസ്ഥയിലേക്ക് വരും. ഈ അവ്യക്തത്തിൽ നിന്ന് വ്യക്തമായ അവസ്ഥയിലേക്ക് വരുന്നത് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിലും ബ്രഹ്മാവിന്റെ ഒരു രാത്രിയില് വ്യക്തത്തിൽ നിന്ന് അവ്യക്തത്തിലേക്കുള്ള പ്രയാണവുമാണ്.
ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രളീയത്തെ രാത്ര്യാഗമേ അവശപ്പാർത്ത പ്രഭവത്യഹരാഗമേ. സർവജീവജാലങ്ങളും നിരന്തരമായി ജനന മരണങ്ങളിലൂടെ ഈ പകല് നടന്നുകൊണ്ടിരിക്കും. അവസാനത്തില് ഭൂത്വാ ഭൂത്വാ പ്രളീയത്തെ, പുനർജനിച്ച് ഇല്ലാതെയായിക്കൊണ്ടിരിക്കും. അത് അവസാനത്തില് രാത്രിയാഗമേ അവശപ്പാർത്ത, രാത്രി വന്നു കഴിഞ്ഞാൽ അവര് മുഴുവനും പ്രളയത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ ഇല്ലാതെയാകുന്നു. വീണ്ടും ബ്രഹ്മാവിന്റെ പകൽ സമയം വരുമ്പോൾ ഇവരെല്ലാവരും തന്നെ വീണ്ടും വീണ്ടും ഉദിക്കുന്നു. ഭൂതഗ്രാമസ്സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രളീയത്തെ, സർവജീവജാലങ്ങളും ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. രാത്രിയാഗമേ അവശപ്പാർത്ഥ പ്രഭവത്യഹരാഗമേ, രാത്രിയിൽ നശിക്കും. അതുപോലെ ബ്രഹ്മാവിന്റെ പകല് പുനർജനിക്കുവാനായിട്ട് വീണ്ടും ഉത്ഭവിക്കുന്നു. പരസ്തസ്മാത്വഭാവോന്യോ അവ്യക്തോ അവ്യക്താത് സനാതനഃ. ഹേ അർജുന, തസ്മാത്തു, പരമമായ ഒന്ന് അതിലുണ്ട്. ഭാവോ അന്യഃ, ഒരു പ്രത്യേക ഭാവം അതതിനകത്തുണ്ട്, ഒരു പ്രത്യേകമായ ഭാവം. അവ്യക്ത അവ്യക്താത് സനാതന, ഏറ്റവും അവ്യക്തമാണെങ്കിലും നിരന്തരമായി അതിൽ വർത്തിക്കുന്നതായ, സനാതനമായി അതിൽ വർത്തിക്കുന്നതായ ഒരു ചൈതന്യമുണ്ട് അതിനകത്ത്. യസ്സ സർവേഷു ഭൂതേഷു, ആ ചൈതന്യം എന്ന് പറയുന്നത് സർവേഷു ഭൂതേഷു, സർവജീവജാലങ്ങളും നശ്യത്സു ന വിനശ്യതി, സർവജീവജാലങ്ങളും നശിക്കുമ്പോഴും ഈ ചൈതന്യം നശിക്കാതെ വർത്തിക്കുന്നു. നശ്യത്സു ഭൂതേ, എല്ലാ ഭൂതങ്ങളും നശിക്കുമ്പോഴും അതിനകത്തുള്ള പരമമായൊരു ഭാവം, അവ്യക്തമായൊരു ഭാവം, കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ലാത്തൊരു ചൈതന്യം അതിനകത്തുണ്ട്. അത് ന വിനശ്യതി. ഈ ജീവാത്മ ചൈതന്യം എന്ന് പറയുമ്പോൾ ഊർജതന്ത്രത്തിൽ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആ നോർ ബി ഡിസ്ട്രോയിഡ് എന്ന ജീവചൈതന്യം ഒരിക്കലും നശിക്കുന്നില്ല. അത് വർത്തിക്കുന്ന ശരീരം നശിക്കുമ്പോഴും. അതുകൊണ്ട് ആ പരമമായ ചൈതന്യം അവ്യക്ത അക്ഷര ഇത്യുക്ത സ്തമാഹു പരമാം ഗതിം, അവ്യക്തമായ, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത, അതേസമയത്ത് അക്ഷര, നാശമില്ലാത്ത, അക്ഷരം നാശമുള്ളത്, അക്ഷരം നാശമില്ലാത്തത്, ഇത്യുക്തം എന്ന് പറയപ്പെടുന്ന പരമാം ഗതിം, ആ പരമമായ ഗതിയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് ഈ ജീവചൈതന്യത്തിന്റെ, നാശമില്ലാത്ത ഭാവമുള്ള ഒരു ചൈതന്യത്തിന്റെ അസ്തിത്വമാണെന്ന് പറയപ്പെടുന്നു. യം പ്രാപ്യ ന നിവർത്തന്തേ, ആ എനർജി, നിന്നിലുള്ള എനർജി, ജീവാത്മാവിലുള്ള എനർജി ഏത് സമയത്താണോ സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ജീവാത്മ എനർജി ലാർജ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള പരമാത്മ ചൈതന്യത്തിലേക്ക് അലിഞ്ഞു ചേരുന്നത്, യം പ്രാപ്യ, പ്രാപിക്കുന്നത്, ന നിവർത്തന്തേ, പിന്നെ തിരിച്ചു വരുന്നില്ല, തദ്ധാമ പരമം മമ, ആ പരമമായ ഗതിയിലേക്കുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് നിന്റെ ജീവാത്മാവ്, ജീവചൈതന്യം ഇവിടെ കിടന്ന് കറങ്ങാതെ പരമമായ ചൈതന്യത്തിലേക്ക് എത്തി അതിൽ ഡിസോൾവ് ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് നദിയിലെ വെള്ളം മഹാസാഗരത്തിലേക്ക് പോയാൽ മഹാസാഗരത്തിൽ നിന്ന് ആ വെള്ളം വീണ്ടും നദിയിലേക്ക് വരില്ല എന്ന് പറയുന്നത് പോലെ മഹാസാഗരത്തിലേക്ക് അലിഞ്ഞു ചേരേണ്ട ഒരു എനർജി കണ്ടന്റ്, എനർജി എന്ന വസ്തുത ഈ എല്ലാ നശിക്കുന്ന ശരീരങ്ങളിലുമുണ്ട്. അത് അവസാനം എത്തിച്ചേരേണ്ടത് പരമമായ ചൈതന്യത്തിലേക്കാണ്. അത് എത്തിച്ചേർന്നാൽ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ആ ഭാവത്തെ പ്രാപിക്കാൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. അത് പരമമായ ഭാവമാണ്. പുരുഷസ്സ പരപാർത്ഥ ഭക്ത്യാ ലഭ്യാസ്ത്വനന്യയാ യസ്യാന്ത സ്ഥിതാനി ഭൂതാനി യേന സർവമിദം തതം. ആ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് പ്രപഞ്ച പുരുഷ ചൈതന്യം തന്നെയാണ്. പുരുഷസ്സ പരപാർത്ഥ, ഹേ അർജുന, അതാണ് പരമമായ പുരുഷ ചൈതന്യം. അതിലേക്ക് പ്രാപിക്കുവാൻ ഭക്ത്യാലഭ്യാസ്ത്വനന്യയ, മറ്റൊരു പന്താവും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഭക്ത്യാലഭ്യ, ഭക്തി കൊണ്ട്, നിരന്തരമായ ഉപാസന കൊണ്ട്
അവിടേക്ക് എത്താൻ സാധിക്കും. യസ്യ അന്തസ്ഥിതാനി ഭൂതാനി, ആ പരമമായ ചൈതന്യത്തിന്റെ അംശമാണ് അന്തസ്ഥിതാനി ഭൂതാനി, സർവജീവജാലങ്ങളുടെയും അകത്ത് വർത്തിക്കുന്നതായ ചൈതന്യം. ഏന സർവമിതം തതം, സർവ്വതിലും വർത്തിക്കുന്നത് അതാണ്, അതിലാണ് സർവ്വതും വർത്തിക്കുന്നത്. അതുകൊണ്ട് ആ പരമമായ ചൈതന്യത്തെക്കുറിച്ചാണ് നീ അറിയേണ്ടത്. എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവയോഗിനഃ പ്രയാതാ യാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ചിലപ്പോൾ എത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവയോഗിന, ചില യോഗികള് ഒരിക്കലും പുനർജന്മത്തിന് വിധേയമാകാതെ പരമപ്രാപ്തിയിലേക്ക് എത്തും. ചില യോഗികള് വീണ്ടും പുനർജന്മത്തിന് വിധേയമാകുന്നു. അത് കർമ്മഫലം കൊണ്ട് മാത്രമല്ല, കാലം ഏത് എന്നനുസരിച്ചാണോ അവര് മരണം വരിക്കുന്നത് അതനുസരിച്ച് അവര് ചിലപ്പോൾ പുനർജന്മത്തിന് വിധേയമാകുന്നുണ്ട്. പ്രയാതാ യാന്തി തം കാലം, ഏത് കാലത്താണോ അവർ മരിക്കുന്നത്, ചില പ്രത്യേക അവസരങ്ങളിൽ മരിക്കുമ്പോൾ അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നു, ചില പ്രത്യേക അവസരങ്ങളിൽ അവർ മരിക്കുമ്പോൾ അവർക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല. പ്രയാതാ യാന്തി തം കാലം, ആ കാലത്തെക്കുറിച്ച് വക്ഷ്യാമി ഭരതഋഷഭ, ഹേ അർജുന, ആ കാലം ഏതാണെന്ന് ഞാൻ നിന്നോട് വിവരിക്കാം. അഗ്നിർ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം, അഗ്നിയുടെ തേജസ്സുള്ള ദിവസങ്ങളില് ശുക്ലപക്ഷത്തില് ഷൺമാസ ഉത്തരായണത്തിലെ 6 മാസക്കാലത്ത് ആരാണോ തത്ര പ്രയാതാഗച്ഛന്തി, ആരാണോ ഉത്തരായണത്തിലെ 6 മാസക്കാലത്തോളം ഡേ ടൈമില് ദിവസങ്ങളില് ശുക്ലപക്ഷത്തിൽ മരിക്കുന്നത്, അദ്ദേഹം ബ്രഹ്മവിതോജനാഹ, അദ്ദേഹം യോഗിയാണെങ്കിൽ, ജ്ഞാനിയാണെങ്കിൽ, നിത്യ ഉപാസന നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പരമമായ പദത്തിലേക്ക് എത്തിച്ചേരുന്നു. ധൂമ്രോ രാത്രി സ്തദാ കൃഷ്ണ ഷൺമാസ ദക്ഷിണായണം, ദക്ഷിണായനത്തിലെ 6 മാസക്കാലം രാത്രികാലത്തില് ആരാണോ മരിക്കുന്നത് തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്ത്യന നിവർത്തതേ, അവര് ഒരു കാരണവശാലും പുനർജന്മത്തിന് വിധേയമാകാതിരിക്കുകയില്ല. അവർ സത്കുലത്തിലാണെങ്കിലും പുനർജന്മത്തിന് വിധേയമാകുന്നവരാണ്. അതുകൊണ്ടാണ് ഉത്തരായണത്തിലും ദക്ഷിണായനത്തിലെയും തമ്മിലുള്ള മരണങ്ങളില് ഉത്തരായണം മരിക്കണമെന്ന് പൂർവജന്മാര് പറയുന്നത്, ദക്ഷിണായനത്തിൽ മരിക്കരുത് എന്ന് പൂർവജന്മാര് പ്രാർത്ഥിക്കാറുള്ളതും അതുകൊണ്ടാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അതിനെക്കുറിച്ച് വ്യക്തമായ എക്സ്പ്ലനേഷൻ നൽകിയിട്ടുണ്ട്. അഗ്നിയുടെ തേജസ്, അതുപോലെ തന്നെ പകല്, അതുപോലെ തന്നെ ശുക്ലപക്ഷം, അതുപോലെ തന്നെ ഉത്തരായണത്തിലെ 6 മാസങ്ങളില് മരണം വരിക്കുന്ന യോഗി തീർച്ചയായിട്ടും പരമപദ പ്രാപ്തിയിലെത്തുന്നു. അതേ സമയത്ത് പുകപടലങ്ങൾ ഉള്ള സമയം, രാത്രി, അതുപോലെ തന്നെ കൃഷ്ണപക്ഷം, ദക്ഷിണായനത്തിലെ 6 മാസങ്ങളില് മരിക്കുന്ന പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്ന യോഗി അദ്ദേഹം പരമപദപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല, മറിച്ച് ശ്രേഷ്ഠമായ കുലത്തില് വീണ്ടും പുനർജന്മത്തിലൂടെ അദ്ദേഹത്തിന് പുനരാവർത്തി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് മരണം വരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണൻ ഉപദേശിച്ച 2 കാലഘട്ടങ്ങളിൽ ആദ്യത്തെ കാലഘട്ടത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ശുക്ലകൃഷ്ണേ ഗതീഷ്യേതേ ജഗത ശാശ്വതേ മതേ ഏകയാ യാത്യനാവൃത്തിം മന്യയാ വർത്തതേ പുനഃ. ഇപ്രകാരം ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്നുപോലെ 2 തരത്തിലുള്ള കാലഘട്ടമാണ് ജഗത് ശാശ്വതേ മതേ, ജഗത്തിൽ ശാശ്വതമായിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതില് ഒന്നാമത്തെ പന്ഥാവിലൂടെ ഏകയാത്യനാവൃത്തിം, ഒന്നാമത്തെ പന്ഥാവിലൂടെ പോകുന്ന വ്യക്തിക്ക് പുനരാവൃത്തിയും പുനർജന്മവുമില്ല. രണ്ടാമത്തെ പന്ഥാവിലൂടെ ദക്ഷിണായനത്തിൽ പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുനർജന്മം എന്നുള്ളത് ഉണ്ട്. നൈതേ ശ്രുതി പാർത്ഥജാനൻ യോഗി മുഖ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ 2 പന്ഥാവുകളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന യോഗിയെ സംബന്ധിച്ചിടത്തോളം ഹേ അർജുന, അവരൊന്നിനെയും കുറിച്ച് ദുഃഖിക്കുന്നില്ല. അവർക്ക് ഒന്നുകിൽ പരമപദപ്രാപ്തി ലഭ്യമാകുന്നു, അതല്ലെങ്കിൽ വളരെ സദാചാര സമൃദ്ധമായ മറ്റൊരു യോഗിയുടെ കുലത്തിൽ പുനർജന്മം ഉണ്ടാകുന്നു. പക്ഷേ ഏത് കാലഘട്ടത്തിലാണെങ്കിലും തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന,
യോഗയുക്തമായ യോഗചര്യയുടെ പന്ഥാവോട് കൂടിയ പ്രയാണത്തിൽ വർത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവസ്ഥയും ഏറ്റവും ഉജ്ജ്വലമായ അവസ്ഥയാണ്. രണ്ടും പോസിറ്റീവ് റിസൾട്ടുകൾ തരുന്ന അവസ്ഥ തന്നെയാണ്. യോഗി ആയിരിക്കുന്നിടത്തോളം കാലം രണ്ട് റിസൾട്ടുകളും പോസിറ്റീവായി തന്നെ അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് ഹേ അർജുന തസ്മാത് യോഗയുക്തോ ഭവ, നീ യോഗയുക്തമായ അവസ്ഥയിൽ വർത്തിക്കുക, യോഗചര്യയോടുകൂടി വർത്തിക്കുക, യോഗിയെ പോലെ വർത്തിക്കുക. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം. അറിവ് നേടുന്നതിലൂടെ, വേദ പഠനത്തിലൂടെ, യജ്ഞകർമാനുഷ്ഠാനങ്ങളിലൂടെ, തപശ്ചര്യയിലൂടെ, ദാനധർമാദികളിലൂടെ യത് പുണ്യഫലം പ്രതിഷ്ഠം, ഏത് പുണ്യഫലമാണോ അതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നത്, അതിൽ നിന്ന് യോഗികൾക്ക് ലഭിക്കുന്നത്, അത്യേതി തത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനമുപൈതി ചാദ്യം, അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠമായ ഒരു പുണ്യഫലമാണ് യോഗിക്ക് ലഭിക്കുന്നത് എന്ന് വിധിത്വ അറിഞ്ഞ് പരം സ്ഥാനമുപൈതി, പരമമായ ആ സ്ഥാന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഹേ അർജുന യോഗിയെ പോലെ വർത്തിക്കുക. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ ജ്ഞാനത്തെക്കാളും, മറ്റെല്ലാ കർമ്മത്തെക്കാളും, മറ്റെല്ലാ യജ്ഞത്തെക്കാളും ഉജ്ജ്വലമായ പുണ്യഫലമാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സ്ഥാനമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ നാശമില്ലാത്ത ബ്രഹ്മയോഗ പദപ്രാപ്തിയിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ട് യോഗചര്യയാണ് അനുഷ്ഠിക്കേണ്ടത്. ജ്ഞാനയോഗത്തിലൂടെയും കർമ്മയോഗത്തിലൂടെയുമുള്ള യോഗചര്യയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ശ്രീകൃഷ്ണൻ ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ അഷ്ടമോധ്യായ, അക്ഷരബ്രഹ്മം എന്ന 8ാമത്തെ അധ്യായത്തിലൂടെ അർജുനന് ശ്രീകൃഷ്ണൻ വിവരിച്ചു കൊടുക്കുന്നു.